ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോസ്തലൻ സ്മിത്ത് വിഗിൾസ്വർത്തിലൂടെ നടന്ന അത്ഭുതങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഈ വചനത്തിന് തെളിവ് കൊടുത്ത അപ്പോസ്തലനായിരുന്നു സ്മിത്ത് വിഗിൾസ്വർത്ത്. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിൽ 1859 ജൂൺ മാസം 10-ാം തീയതി ജനിച്ച സാധാരണക്കാരനായിരുന്ന സ്മിത്ത് വിഗിൾസ്വർത്ത് ലോകം മുഴുവൻ യാത്ര ചെയ്ത് ശുശ്രൂഷിച്ച അപ്പോസ്തലനായി തീർന്നു. വളരെ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ അപ്പോസ്തലനെ ഉപയോഗിച്ചു. എൻ്റെ പക്കൽ സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുടെ ചരിത്രരേഖകളുമായി ബന്ധപ്പെട്ട് ചില പുസ്തകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഇതാണ്, സ്മിത്ത് വിഗിൾസ്വർത്ത് The complete collection of his life teachings. കർത്താവിനുദാസൻ അപ്പോസ്തലൻ സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുടെ പ്രസംഗങ്ങൾ മുഴുവൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് റോബർട്ട്സ് ലിയാഡൻ എന്ന് പറയുന്ന ദൈവദാസനാണ് പുറത്തിറക്കിയത്. ഈ പുസ്തകത്തിലെ ചില ചരിത്രങ്ങൾ, ചില അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിന് ഫോർവേഡ് എഴുതിയിരിക്കുന്നത് സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുടെ ഗ്രാൻഡ് ഡോട്ടർ ആലീസ് ബെറി നീ വിഗിൾസ്വർത്ത് ആണ്. ഈ ഫോർവേഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവിനുദാസി ആലീസ് ബെറി എഴുതിയിരിക്കുകയാണ്. ആലീസ് ബെറി തൻ്റെ പിതാവിനോടൊപ്പം തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. കൊച്ചുമക്കൾക്കെല്ലാം സ്മിത്ത് വിഗിൾസ്വർത്ത് ന്യൂബെറി ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുകയുണ്ടായി. ആ ബൈബിളിൻ്റെ 1-ാമത്തെ പേജിൽ എഴുതി, ട്രസ്റ്റിംഗ് ദാറ്റ് ദിസ് വിൽ ബി ദ ചോയ്സസ്റ്റ് ഓഫ് ഓൾ ബുക്സ് ടു യു. അത്ര വലിയ പ്രാധാന്യമാണ് സ്മിത്ത് വിഗിൾസ്വർത്ത് അവர்கள் ബൈബിളിന് കൊടുത്തിരുന്നത്. എല്ലാ വെൻസ്ഡേ ഈവനിങ്സിലും, എല്ലാ ബുധനാഴ്ച വൈകുന്നേരവും ഗ്രാൻഡ് ഫാദർ സ്മിത്ത് വിഗിൾസ്വർത്ത്, ആലീസ് ബെറി എഴുതുകയാണ്, തൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പോസ്തലൻ സ്മിത്ത് വിഗിൾസ്വർത്ത് മക്കളെയെല്ലാം വിളിച്ചുകൂട്ടി, കൊച്ചുമക്കളെയും വിളിച്ചുകൂട്ടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ ദൈവവചനം പങ്കുവയ്ക്കുന്ന സന്ദർഭത്തിൽ ശക്തമാകുന്ന ദൈവസാന്നിധ്യം ആലീസ് ആവർത്തിച്ച് അനുഭവിച്ചിട്ടുണ്ട്. ആലീസ് അതിനുശേഷം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം, ആ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ആ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തനിയെ പോകുവാൻ ആലീസ് ആഗ്രഹിച്ചു. ആരോടും സംസാരിക്കുവാൻ ആലീസ് അപ്പോൾ ആഗ്രഹിച്ചില്ല. കാരണം ആ സാന്നിധ്യത്തിൽ കുതിർന്ന് ആയിരുന്നതിനാൽ ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. എനിക്കത് മനസ്സിലാകും. അതിശക്തമാകുന്ന സാന്നിധ്യം, ദൈവസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ട, നമുക്ക് ആരോടും സംസാരിക്കേണ്ട. ഒരിക്കൽ 17 വയസ്സ് ആലീസിനുള്ള സന്ദർഭത്തിൽ ഗ്രാൻഡ് ഫാദർ ആലീസിനോട് പറഞ്ഞു, എൻ്റെ ചെയറിനരികിൽ നീ നിൽക്കുക, എൻ്റെ കസേരയുടെ അരികിൽ നീ നിൽക്കുക. ആലീസ് കസേരയുടെ അരികിൽ നിന്നപ്പോൾ ആലീസിനെ നോക്കിയിട്ട് ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ പറയുകയുണ്ടായി, സ്മിത്ത് വിഗിൾസ്വർത്ത് അവர்கள் ഇങ്ങനെ പറയുകയുണ്ടായി, നീ സമ്പൂർണമായി നിൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ യേശു നിന്നെ ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും കൊണ്ടുപോകും. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, ഇഫ് യു സറണ്ടർ യുവർ ലൈഫ് ടു ഗാഡ് ഹി വിൽ സെൻഡ് യു ഓൾ ഓവർ ദ വേൾഡ്. യേശുക്രിസ്തു തൻ്റെ സുവിശേഷവുമായി നിന്നെ ലോകമെമ്പാടും അയക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് ആലീസ് ബെറി ഈ ഫോർവേഡിൽ എഴുതുന്നത്. സ്മിത്ത് വിഗിൾസ്വർത്ത് വിവാഹിതനായി. തൻ്റെ സഹധർമ്മിണി മേരി ജെയിൻ പോളി ആയിരുന്നു. ആ കുടുംബത്തിന് 5 കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു. ആലീസ് വിഗിൾസ്വർത്ത്, സേത്ത് വിഗിൾസ്വർത്ത്, ഹാറോൾഡ് വിഗിൾസ്വർത്ത്, ഏമസ്റ്റ് വിഗിൾസ്വർത്ത്, ജോർജ് വിഗിൾസ്വർത്ത്, അങ്ങനെ 5 കുഞ്ഞുങ്ങളുള്ള ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ആശീർവാദങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1900 ആയപ്പോഴേക്കും എഴുത്തും വായനയും അറിയാത്ത സ്മിത്ത് വിഗിൾസ്വർത്ത് പ്രസംഗിക്കുവാനും തുടങ്ങി. സ്മിത്ത് വിഗിൾസ്വർത്ത് വിവാഹിതനായത്
1882 1882 സ്മിത്ത് വിഗിൾസ്വർത്ത് മേരി ജെയിൻ പോളിയെ വിവാഹം കഴിക്കുമ്പോൾ ആ സമയത്ത് തന്നെ പോളി ദൈവജനം ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. സാൽവേഷൻ ആർമിയുടെ ഒരു ശുശ്രൂഷകയായിരുന്നു. എന്നാൽ സ്മിത്ത് വിഗിൾസ്വർത്തിന് ദൈവകാര്യങ്ങളിൽ ഒരുപാട് അറിവില്ലായിരുന്നു, എഴുത്തുവാനും അറിയത്തില്ലായിരുന്നു. പോളിയുടെ സഹായത്തോടു കൂടെയാണ് സ്മിത്ത് വിഗിൾസ്വർത്ത് എഴുതാനും വായിക്കുവാനും പഠിച്ചത്. പറയുന്നത് സ്മിത്ത് വിഗിൾസ്വർത്ത് ബൈബിൾ അല്ലാതെ വേറെ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. കർത്താവിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം ഈ ഭക്തനെ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം കൊണ്ടുവന്നത് പരിശുദ്ധാത്മാഭിഷേകമാണ്. താൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതോടുകൂടെ ദൈവജനം ശുശ്രൂഷിക്കുവാൻ വേണ്ടിയുള്ള ആ വില്ലേജ് ലാംഗ്വേജ്, ഇംഗ്ലീഷാണെങ്കിൽ പോലും താനായിരുന്ന ആ വില്ലേജ് ലാംഗ്വേജാണ് കർത്താവിൻ്റെ ദാസൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ആ ലാംഗ്വേജിൽ പ്രസംഗിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തു. ആ ലാംഗ്വേജ് വളരെ ഗ്രാമീണ്യമാകുന്ന ആ ഭാഷ സംസാരിച്ച വ്യക്തിയെ ലോകം മുഴുവൻ കർത്താവ് സുവിശേഷവുമായിട്ട് അയച്ചു. സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ശുശ്രൂഷയിൽ അനേകം അത്ഭുതങ്ങളുടെ വലിയൊരു പരമ്പരയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്മിത്ത് വിഗിൾസ്വർത്തിനെ അപ്പോസ്തോൽ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ അപ്പോസ്തോലൻ എന്നാണ് വിളിക്കുന്നത്. ബോൾഡ്നെസ്, വിശ്വാസം, ധൈര്യം, ഇതെല്ലാം തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിരുന്നു. അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചില അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടിരുന്നു. സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ആത്മീക വളർച്ചയുടെ ആരംഭ സമയത്ത് ഒരു ബാപ്റ്റിസ്റ്റ് മനുഷ്യൻ കൂടെ സ്മിത്ത് വിഗിൾസ്വർത്തിനോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുമായിരുന്നു, തന്നെ കറക്റ്റ് ചെയ്യുമായിരുന്നു. ആ വചനം തന്നിലേക്ക് സ്വീകരിക്കുകയും ആ വചനത്താൽ രൂപാന്തരീകരണം സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഈ ബാപ്റ്റിസ്റ്റ് മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നതിന് ശേഷം, അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ അരികിൽ വന്നതിന് ശേഷം ദുഃഖത്തോടുകൂടി പറഞ്ഞു, എൻ്റെ വൈഫ് വളരെ സീരിയസ് ആയിരിക്കുന്നു, നീ വന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. അവൾ മരിക്കാറായിരിക്കുന്നു. അന്നത്തെ കാലമാണ്. അന്നത്തെ കാലത്ത് വൈദ്യശാസ്ത്രമൊന്നും ഇതേപോലെ വികസിച്ചിട്ടില്ല, ആധുനികമാകുന്ന ഒരു സംവിധാനങ്ങളുമില്ല. സ്മിത്ത് വിഗിൾസ്വർത്ത് വീട്ടിലേക്ക് പോയി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവിൽ നിന്ന് നിയോഗം ചോദിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിലൊരു ബോധ്യമുണ്ടായി. യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എണ്ണ പൂശി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഒരു ബോധ്യമുണ്ടായി. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ ബാപ്റ്റിസ്റ്റ് മനുഷ്യൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കുവാനുള്ള നിയോഗം ലഭിച്ചു കഴിഞ്ഞപ്പോൾ താൻ മറ്റൊരു സഹോദരനെ വിളിച്ചു. അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് മറ്റൊരു സഹോദരനെ വിളിച്ചു, എന്നോടൊപ്പം വരുമോ? ഈ സഹോദരിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോടൊപ്പം വരുമോ? ആ സഹോദരൻ പറഞ്ഞു, ഞാനും വരാം. അങ്ങനെ ഒരാൾ കൂടെ തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥന ശക്തമാകുമല്ലോ. വിശ്വസിക്കുവാൻ, തൻ്റെ ഒപ്പം വിശ്വസിക്കുവാൻ ഒരാളെ കൂടെ കിട്ടിയ സന്തോഷത്തിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് ആ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ മരിക്കാറായി കിടക്കുകയാണ്, ഗുരുതരമായി രോഗബാധിതയെ മരിക്കാറായി കിടക്കുകയാണ്. ഈ സ്ത്രീയുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുടെ കൂടെ വന്ന ആ സഹോദരന് മനസ്സിലായി ഇവർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന്. സ്മിത്ത് വിഗിൾസ്വർത്ത് അവിടെ എത്തിയതിന് ശേഷമായിട്ട് ആദ്യമായിട്ട് ഈ സഹോദരനോട് പറഞ്ഞു, പ്രാർത്ഥിക്കുക. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവെ, ഈ ഭർത്താവിനെ ആശ്വസിപ്പിക്കണമേ, ദുഃഖകരമാകുന്ന ഈ സന്ദർഭത്തിൽ ഭർത്താവിനെ ബലപ്പെടുത്തണമേ. ഭാര്യ മരിച്ചു പോകുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടെ ഈ മനുഷ്യൻ ഈ കൂടെ വന്ന് വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ആ സഹോദരന് അവിശ്വാസത്തിൻ്റെ പ്രാർത്ഥന. അദ്ദേഹത്തിന് മനസ്സിലായി ഈ സഹോദരി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. സ്മിത്ത് വിഗിൾസ്വർത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഹൃദയത്തിൽ ഇദ്ദേഹം പ്രാർത്ഥനയെ ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു. അങ്ങനെ പ്രാർത്ഥന നിർത്തി. അപ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്ത് ചിന്തിച്ചു, അറ്റ്ലീസ്റ്റ് ഈ ഭർത്താവെങ്കിലും വിശ്വസിക്കുന്ന ആളായിരിക്കും, ആരെങ്കിലും ഒരാൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് ഭർത്താവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഭർത്താവ് ആദ്യത്തെ പ്രാർത്ഥന കേട്ട് തളർന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചങ്ങ് ഇരുന്ന് താഴോട്ട് വയ്യാതെയായി. പെട്ടെന്ന് സ്മിത്ത് വിഗിൾസ്വർത്തിന് മനസ്സിലായി, ഇനി ഇവിടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ഇവരെ ചുറ്റും നിൽക്കുന്നവർ തന്നെ അവിശ്വാസമാണ് പ്രാർത്ഥിക്കുന്നത്, ഇനി പ്രാർത്ഥനയുടെ ആവശ്യമില്ല. തൻ്റെ മേലൊരു ഗ്രേറ്റ് ഫെയ്ത്ത് വന്നു. അഭിഷക്തൻ്റെ മേലൊരു ഗ്രേറ്റ് ഫെയ്ത്ത് വന്നിട്ട് കയ്യിലിരുന്ന എണ്ണയെടുത്ത് ഈ കിടപ്പ് രോഗിയാകുന്ന സഹോദരിയുടെ തലയിലേക്ക് ഒഴിക്കുകയാണ്. തലയിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തനിക്ക് കാണുവാൻ കഴിയുന്നു, യേശു അവിടെ നിൽക്കുന്നു. യേശു സ്മിത്ത് വിഗിൾസ്വർത്തിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്, ഏറ്റവും മധുരമുള്ള പുഞ്ചിരി എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്വീറ്റസ്റ്റ് സ്മൈൽ,
മധുരമുള്ള പുഞ്ചിരിയോടുകൂടെ യേശു തന്നെ നോക്കുന്നത് സ്മിത്ത് വിഗിൾസ്വർത്ത് കാണുകയും യേശുവിൻ നാമത്തിൽ പെട്ടെന്ന് ഈ സഹോദരിയോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, നീ സൗഖ്യമായിരിക്കുന്നു. അത്ഭുതകരം. ആ നിമിഷത്തിൽ തന്നെ ആ സഹോദരിയുടെ മേൽ സൗഖ്യം സംഭവിച്ചു. അവർ ചാടി എഴുന്നേറ്റു, പൂർണ്ണ സൗഖ്യത്തോടുകൂടെ ചാടി എഴുന്നേറ്റു. ഭർത്താവും ആ സഹോദരനും നോക്കി നിൽക്കുമ്പോൾ മരിക്കാറായി കിടന്നിരുന്ന സഹോദരി ചാടി എഴുന്നേറ്റ് അവർ ദീർഘകാലം ആരോഗ്യത്തോടുകൂടെ ജീവിച്ചു എന്നാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ്. ദ കംപ്ലീറ്റ് കളക്ഷൻ ഓഫ് ഹിസ് ടീച്ചിങ്സ് കമ്പൈൽഡ് ബൈ റോബർട്ട്സ് ലിയാഡൻ. ഈ പ്രസംഗങ്ങളുടെ ഇടയിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ആ അനുഭവങ്ങളാണ്, അതിൽ ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മറ്റൊരിക്കൽ ഒരു സ്ഥലത്തായിരുന്ന സന്ദർഭത്തിൽ ഒരു സഹോദരൻ വന്ന് സ്മിത്ത് വിഗിൾസ്വർത്ത് അവരോട് പറഞ്ഞു, എൻ്റെ ഭാര്യ 8 മാസമായി തളർന്നു കിടക്കുകയാണ്. ദൈവദാസൻ വന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? അവൾ കേട്ടിരിക്കുന്നു, അങ്ങയുടെ ശുശ്രൂഷയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. അവളുടെ ഉള്ളിലൊരു വിശ്വാസം, അങ്ങ് വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, സ്മിത്ത് വിഗിൾസ്വർത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് അവൾക്കൊരു വിശ്വാസം വന്നിരിക്കുന്നു. സ്മിത്ത് വിഗിൾസ്വർത്ത് ആ മനുഷ്യനോടുകൂടെ ആ വീട്ടിലേക്ക് പോവുകയുണ്ടായി. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 8 മാസമായിട്ട് ഈ സഹോദരി തളർന്നു കിടക്കുകയാണ്. അവളുടെ അരികിൽ ചെന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിക്കുമ്പോൾ അവൾ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ ആ സഹോദരി പറഞ്ഞു, ദൈവദാസനെ, താങ്കൾ പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കൊള്ളുക, താങ്കൾ പോയി കഴിയുമ്പോൾ ഞാൻ എഴുന്നേൽക്കും എന്ന് പറയുകയുണ്ടായി. സ്മിത്ത് വിഗിൾസ്വർത്ത് അതുപോലെ തന്നെ അനുസരിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, അവളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം സ്മിത്ത് വിഗിൾസ്വർത്ത് ആ വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ ശുശ്രൂഷ സ്ഥലത്തേക്ക് പോയി. അന്ന് രാത്രിയിലെ മീറ്റിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അവിടുത്തെ വർത്തമാനമൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അന്നത്തെ കാലത്ത് ഫോണില്ലല്ലോ, മറ്റാധുനിക സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. അത് രാത്രിയിലെ ശുശ്രൂഷയിൽ അവിടെ ആയിരുന്നപ്പോൾ തനിക്ക് മനസ്സിലായി ആ സഹോദരി പൂർണ്ണമായും സൗഖ്യമായിരിക്കുന്നു എന്ന്. അവിടെ വന്നൊരാൾ ചാടി എഴുന്നേറ്റ് പറയുകയുണ്ടായി, ഞാനിവിടെ ചുറ്റി സഞ്ചരിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. 8 മാസമായി തളർന്നു കിടന്ന ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ പലവട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ചാടി തുള്ളി ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. അങ്ങ് വന്ന് സ്മിത്ത് വിഗിൾസ്വർത്ത് അങ്ങ് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ പൂർണ്ണമായും സൗഖ്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തലമുറയിലും ദൈവം അതേ നിലവാരത്തിലുള്ള ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ മിഷൻസ് ബ്രാഡ്ഫോർഡിലുണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ കാലിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ സൗഖ്യമായി. അതിനുശേഷം ഏതാണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ അവനിൽ നിന്ന് വർത്തമാനം ലഭിച്ചു. അന്ന് കത്തുകളാണല്ലോ, കത്ത് ലഭിച്ചു. എനിക്കൊരു ഹൃദയരോഗമുണ്ടായി, ഞാൻ കിടക്കയിലായിരിക്കുന്നു, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, ഞാൻ മരിക്കാറായിരിക്കുന്നു എന്ന് കത്ത് ലഭിച്ചു. ആ കത്ത് ലഭിച്ച സന്ദർഭത്തിലാണ് സ്മിത്ത് വിഗിൾസ്വർത്ത് തൻ്റെ ഭാര്യ പോളിയോട് ചോദിച്ചു, ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചു. പോളിയാണ് ബൈബിൾ കാര്യങ്ങൾ ആരംഭത്തിൽ അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്തിനെ പഠിപ്പിച്ചത്, എഴുതാനും വായിക്കുവാനും പഠിപ്പിച്ചത്. അവരുടെ കുടുംബജീവിതം വളരെ അനുഗ്രഹമായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു. പോളി എല്ലാ കാര്യങ്ങളിലും സ്മിത്ത് വിഗിൾസ്വർത്തിനെ ഗൈഡ് ചെയ്യുമായിരുന്നു. സ്മിത്ത് വിഗിൾസ്വർത്തിനോട് പോളി പറഞ്ഞു, തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, തീർച്ചയായിട്ടും പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് പോയി ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ പിതാവ്, ഈ മാർട്ടിൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടതല്ല. ആ വീട്ടിലുള്ളവർക്കെല്ലാം അവിശ്വാസം. മാർട്ടിൻ മരിക്കാൻ കിടക്കുകയാണ്. മാർട്ടിൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി മെൻ്റൽ ഹോസ്പിറ്റലിൽ മാനസിക രോഗിയായിരുന്നു. അവരെ അവിടുന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷമുള്ള ഭവനമാണ്. അവിടെ ചെന്ന് ഈ മാർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മാർട്ടിനിൽ വിശ്വാസമുണ്ട്. മാർട്ടിന് യേശു തന്നെ സൗഖ്യമാക്കുമെന്നൊരു വിശ്വാസമുണ്ട് എന്ന് സ്മിത്ത് വിഗിൾസ്വർത്ത് കാണുകയുണ്ടായി. എന്നാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ മാർട്ടിൻ പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞു. നിൽക്ക്, നീ എഴുന്നേൽക്കണ്ട, ഇപ്പോൾ എഴുന്നേൽക്കണ്ട. പെട്ടെന്ന് സ്മിത്ത് വിഗിൾസ്വർത്ത് അവർക്ക് മനസ്സിലായി, ഇവരോട് ദൈവത്തിൻ്റെ വചനം കൂടെ പങ്കുവയ്ക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പങ്കുവച്ചു. അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് പോരുകയുണ്ടായി. വീണ്ടും അടുത്ത ദിവസം വീണ്ടും വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ വീട്ടിൽ കടന്നു ചെന്നിട്ട് ഈ അന്തരീക്ഷത്തിനൊരു മാറ്റം ഉണ്ടാണ്. വീട്ടിലുള്ളവരിൽ വ്യാപരിക്കുന്ന അവിശ്വാസം, ആ അവിശ്വാസം ഈ മാർട്ടിൻ്റെ സൗഖ്യത്തിന് തടസ്സമാണ് എന്ന് കർത്താവിൻ്റെ ദാസന് മനസ്സിലായി.
അതുകൊണ്ടാണ് ദൈവവചനം ശുശ്രൂഷിച്ചത്. വീണ്ടും രണ്ടാമത്തെ ദിവസം ചെന്നു, വീണ്ടും ദൈവവചനം ശുശ്രൂഷിച്ചതിന് ശേഷം മാർട്ടിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്മിത്ത് വിഗിൾസ്വർത്ത് തയ്യാറായി. പ്രാർത്ഥിക്കുവാൻ വേണ്ടി തയ്യാറായി. ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് ഈ മാർട്ടിൻ്റെ മേലുള്ള രോഗശക്തിയെ ശാസിക്കുവാൻ സ്മിത്ത് വിഗിൾസ്വർത്ത് തയ്യാറായി. അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ മുറിക്കകത്തൊരു വലിയ ഗ്ലോറി ഇറങ്ങി. ആ ഗ്ലോറി ഇറങ്ങിയപ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്ത് ആത്മവിശുദ്ധയിൽ താഴെപ്പോയി. പിന്നെ തനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ആത്മവിശുദ്ധയിൽ താഴെപ്പോയി. താഴെ ആത്മവിശുദ്ധയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ കർത്താവിൻ്റെ ദാസൻ്റെ ഒരു ശബ്ദം കേൾക്കാം, ഗ്ലോറി 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 എന്ന്. മാർട്ടിൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുകയാണ്. കിടക്കയിലായിരുന്ന, മരിക്കാറായിരുന്ന മാർട്ടിൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആമേൻ. കർത്താവിൻ്റെ ദാസൻ സ്മിത്ത് വിഗിൾസ്വർത്ത് എഴുന്നേറ്റപ്പോൾ മാർട്ടിൻ ചാടി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മുറിയിലെ ശബ്ദം കേട്ടുകൊണ്ട് മാർട്ടിൻ്റെ രക്ഷിക്കപ്പെടാത്ത ഫാദർ അവിടേക്ക് ഓടി വന്നു. അപ്പൻ അവിടേക്ക് ഓടി വന്നു. മാർട്ടിൻ ഫാദറിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഫാദർ അടിച്ച് താഴെ വീണു. ആ ഗ്ലോറിയിൽ നിൽക്കാൻ വയ്യാതെ അദ്ദേഹം താഴെ വീണു. നിലവിളിച്ച് കരയാൻ തുടങ്ങി. അന്ന് ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ആ അത്ഭുതത്തിൻ്റെ പരിണിതഫലമായിട്ട് ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ആ വീട് മുഴുവൻ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞപ്പോൾ മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന മാനസിക രോഗിയായിരുന്ന മാർട്ടിൻ്റെ സഹോദരി സൗഖ്യമായി. വാ, അത്ഭുതകരം. ഓ ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. എത്ര അത്ഭുതകരം. ഹല്ലേലൂയ. റൂഫ സറ്റൈൽ കർബുഫല സൈന ബർബത്തി അൽക്കര മെറസീഖ ബറ ഫോൽന ജൈല മൗഫാസാത്തിനി. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. സുവിശേഷങ്ങളിൽ നടന്ന അതേ അത്ഭുതങ്ങൾ തന്നെ, അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന അതേ അത്ഭുതങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കട്ടെ. കർത്താവിൻ ദാസൻ അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇടയ്ക്ക് മനോഹരമായ പാട്ടുകൾ പാടുമായിരുന്നു. അന്തരീക്ഷത്തിന് വലിയ മാറ്റമുണ്ടാകുന്നത് ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാട്ടുകൾ പാടുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ ദാസന് നിയോഗം ലഭിക്കുമ്പോൾ അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുകൾ അന്യഭാഷയിൽ സംസാരിക്കുമായിരുന്നു. ശുശ്രൂഷയുടെ ഇടയിൽ തന്നെ അന്യഭാഷയിൽ സംസാരിക്കും. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ തന്നെ ഉടനടി ആ അന്യഭാഷ വ്യാഖ്യാനം ചെയ്യുമായിരുന്നു. അത്ഭുതകരം. ഞാനിത് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഞാൻ ആ പഴയ കാലങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ സങ്കല്പത്തിൽ വരികയാണ്. എത്ര അത്ഭുതകരം. അന്നത്തെ സമയത്ത് അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ശുശ്രൂഷയിൽ ഭാഗമാകുവാൻ ലഭിച്ച ദൈവമക്കൾക്ക് എത്ര അനുഗ്രഹിക്കപ്പെട്ട സമയമായിരുന്നു അത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയിൽ ഏകദേശം 14ഓളം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. 14ഓളം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഇതെല്ലാം റെക്കോർഡഡ് ആകുന്നു. ഈ പുസ്തകത്തിൽ തന്നെ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുമ്പോൾ, ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. 1-2 അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. മിച്ചൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ദാസന് പരിചയമുണ്ടായിരുന്നു. തൻ്റെ വീടിനടുത്ത് തന്നെയുള്ള മിച്ചൽ രോഗിയായി തീർന്നു. അങ്ങനെ മിച്ചലിന് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. സൗഖ്യം ഉടനടി സംഭവിച്ചില്ല. മടങ്ങി വന്നു. ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് പോയിട്ട് വീട്ടിൽ മടങ്ങി എത്തിക്കഴിഞ്ഞപ്പോൾ ബ്രാഡ്ഫോർഡിലെ ആ വീട്ടിൽ എനിക്ക് പോകുവാൻ, ആ വീടിൻ്റെ പുറത്തു നിന്ന് കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ആ വീട് മറ്റുള്ളവർ വിലയ്ക്ക് വാങ്ങി നമുക്ക് അകത്ത് പ്രവേശനം അവർ തരില്ല. ആ വീടിൻ്റെ പുറത്ത് വന്ന് ഞാൻ ആ വീട് കണ്ടിട്ടുണ്ട്. ആ ബ്രാഡ്ഫോർഡിലെ വീട്ടിലേക്ക് ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു ദിവസം വൈകുന്നേരം മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിച്ചപ്പോൾ പോളി വീട്ടിലില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി പോളി മിച്ചലിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. മിച്ചലിന് രോഗം കൂടിയിരിക്കുന്നു. വേഗത്തിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് മിച്ചലിൻ്റെ വീട്ടിലേക്ക് പോയി. മിച്ചലിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ശബ്ദം കേൾക്കാം, വീട്ടിൽ വലിയ കരച്ചിൽ. അപ്പോൾ കർത്താവിൻ്റെ ദാസന് മനസ്സിലായി മിച്ചൽ മരിച്ചുപോയെന്ന്. ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മിച്ചലിൻ്റെ വൈഫ് മിസ്സസ് മിച്ചലിനെ കണ്ടു. അവർ പറഞ്ഞു, ഹി ഹാസ് ഗോൺ, അവൻ പോയി എന്ന് അവർ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. നോക്കിയപ്പോൾ അകത്ത് തൻ്റെ വൈഫ് പോളി നിൽക്കുന്നു. പോളി പറഞ്ഞു, മിച്ചൽ മരിച്ചുപോയി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സ്മിത്ത് വിഗിൾസ്വർത്ത്, അദ്ദേഹത്തിന് അധികം വിദ്യാഭ്യാസമോ മാനേഴ്സോ ഒന്നുമില്ലല്ലോ, പല വ്യത്യസ്ത കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ ചെയ്യാറുണ്ട്. ചില സമയത്ത് രോഗികളെയൊക്കെ ഇടിക്കാറുണ്ട്. രോഗികളെ ചില സന്ദർഭങ്ങളിൽ വലിച്ചെറിയാറുണ്ട്. ചില കുഞ്ഞുങ്ങൾ, രോഗിയായിട്ടുള്ള കുഞ്ഞിനെ ഒരിക്കൽ വലിച്ചെറിയുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് അവർ ചെയ്യുന്നത് കൊണ്ട് പോളി പറഞ്ഞു,
സൂക്ഷിക്കണം, ആൾ മരിച്ചുപോയി, ഇനിയും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ കർത്താവിൻ്റെ ദാസൻ സ്മിത്ത് വിഗിൾസ്വർത്ത് തൻ്റെ കൂട്ടുകാരനാകുന്ന, തനിക്ക് പരിചയമുള്ള മിച്ചലിൻ്റെ മരണത്തെ അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്നതിനാൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ആ ഫെയ്ത്ത്, തനിക്കുള്ള ഫെയ്ത്ത് തന്നെ സേവിങ് ഫെയ്ത്ത് ഉണ്ടല്ലോ, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഉണ്ടല്ലോ. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും സേവിങ് ഫെയ്ത്ത് ഉണ്ട്. എന്നാൽ ചിലർക്ക് മാത്രമേ, തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് മാത്രമേ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഓപ്പറേറ്റഡ് ആകത്തുള്ളൂ. അങ്ങനെ ആ സേവിങ് ഫെയ്ത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ പ്രാർത്ഥന മുന്നോട്ട് പോകുമ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്തിന് മനസ്സിലായി, ഇതിനപ്പുറം എനിക്ക് വിശ്വാസമില്ല എന്ന് മനസ്സിലാകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്തിലേക്ക് വരികയാണ്. ആ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും സാധാരണമാകുന്ന സമാധാനം, ഭയങ്കര ഉറപ്പ്, ഈ മിച്ചിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു എന്ന് ഭയങ്കര ഉറപ്പ്, ആ മുറി മുഴുവൻ ദൈവസാന്നിധ്യം കൊണ്ട് നിറയുന്നു. ആ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വന്ന സന്ദർഭത്തിൽ ഈ ദൈവദാസൻ മിച്ചലിനെ നോക്കി പറയുകയാണ്, മിച്ചൽ, നിന്റെ മേൽ ജീവൻ മടങ്ങി വരട്ടെ, നീ എഴുന്നേൽക്കുക. അത്ഭുതം സംഭവിച്ചു. മിച്ചൽ ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. ഒരിക്കൽ ഒരു വീട്ടിൽ 5 വയസ്സുള്ള കുഞ്ഞ് മരിക്കുകയുണ്ടായി. അവർ ഫ്യൂണറലിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തു. ശവപ്പെട്ടിയിൽ ആ ഡെഡ് ബോഡി വെച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആരോ റിക്വസ്റ്റ് ചെയ്തു അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് അവர்களോട് വന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവിൻ്റെ ദാസൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ പെട്ടിയിൽ നിന്ന് 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ശരീരം എടുത്തതിന് ശേഷം ഭിത്തിയിലേക്ക് ചാരി നിർത്തുകയുണ്ടായി. ചാരി നിർത്തിയതിന് ശേഷമായിട്ട് കൽപ്പിച്ചു, യേശുവിൻ നാമത്തിൽ നടക്കുക. അത്ഭുതം സംഭവിച്ചു. ആ കുട്ടി ജീവിച്ചു. ആ ഭവനത്തിലുള്ളവരെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ വീണ്ടും ഈ പുസ്തകത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്മിത്ത് വിഗിൾസ്വർത്തിലൂടെ കർത്താവാകുന്ന യേശു ചെയ്ത അത്ഭുതങ്ങൾ. ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവം കൂടി. 1913 പോളി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. കർത്താവിൻ്റെ ദാസൻ്റെ വിവാഹം നടന്നത് 1882. 1859 1859 കർത്താവിൻ്റെ ദാസൻ ഈ ഭൂമിയിൽ ഭൂജാതനായത്. 1882 പോളിയുമായിട്ടുള്ള വിവാഹം നടന്നു. എന്നാൽ 1913 പോളി നിത്യതയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഒരു ദിവസം കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പോളി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ബെഡിൽ പോളി കിടക്കുകയാണ്. പോളിയുടെ ബോഡി നിർജീവമായിരിക്കുന്നു, ജീവൻ പോയിരിക്കുന്നു. അദ്ദേഹത്തിന് അത് അനുവദിക്കുവാൻ കഴിയുകയില്ല. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് തൻ്റെ ശുശ്രൂഷയിൽ സാധാരണമാകുന്ന കാര്യമായിരുന്നല്ലോ. ആ കുട്ടിയെ എഴുന്നേൽപ്പിച്ചതുപോലെ തന്നെ പെട്ടെന്ന് പോളിയുടെ ശരീരം ഉയർത്തിയതിന് ശേഷം ഭിത്തിയിലേക്ക് ചാരി നിർത്തിയിട്ട് പോളിയോട് കൽപ്പിച്ചു, നടക്കുക, നിന്റെ മേൽ ജീവൻ മടങ്ങി വരട്ടെ. തൻ്റെ വൈഫ് മേരി ജെയിൻ പോളിയോട് ആ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ജീവൻ പോളിയിലേക്ക് മടങ്ങി വന്നു. ഇനി കേട്ടുകൊള്ളുക ഏറ്റവും ഹൃദയസ്പർശിയാകുന്ന അടുത്ത ഭാഗം. പോളിയിലേക്ക് ജീവൻ മടങ്ങി വന്നു. പോളി ഉയർത്തെഴുന്നേറ്റപ്പോൾ പോളി അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് തൻ്റെ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, സ്മിത്ത്, യേശുവിന് എന്നെ ആവശ്യമുണ്ട്, അതിനാൽ എന്നെ വിടുക. അതൊരു സ്മിത്ത് വിഗിൾസ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടുക്കുന്ന നിമിഷമായിരുന്നു. പോളി പറയുകയാണ്, യേശുവിന് എന്നെ ആവശ്യമുണ്ട്, എന്നെ വിടുക. സ്മിത്ത് വിഗിൾസ്വർത്തിന് മനസ്സിലായി, എനിക്ക് പോളിയെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ യേശുവിനാണ് പോളിയെ ആവശ്യമുള്ളത് എങ്കിൽ ഞാൻ പോളിയെ റിലീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തു ചെന്നു പോളിയെ ചുംബിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ പോളി നിത്യതയിലേക്ക് ചേർക്കപ്പെടുകയുണ്ടായി. എന്നാൽ ആ സംഭവത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടന്നു. അവിടെ കർത്താവാകുന്ന യേശു സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ വാക്കുകൾ നടപ്പിലാക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ പോളിയെ യേശുവിന് ആവശ്യമാണെങ്കിൽ പോലും പോളി ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞപ്പോൾ യേശു ആ വാക്കിനെ മാനിച്ചു. ആ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിൽ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന വാക്കിനെ
യേശു മാനിക്കും, ഓണർ ചെയ്യും. വളരെ അത്ഭുതകരമാകുന്ന, ശ്രദ്ധേയമാകുന്ന, ഒരു ഹൃദയസ്പർശിയാകുന്ന അത്ഭുതമായിരുന്നു പോളിയുടെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ പോളി നിത്യതയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു. അത് 1913 സംഭവിച്ചത്. അതിനുശേഷം 1947 വരെ കർത്താവിൻ്റെ ദാസൻ സ്മിത്ത് വിഗിൾസ്വർത്ത് ഈ ഭൂമിയിൽ ജീവിക്കുകയുണ്ടായി. തൻ്റെ മകൾ ആലീസുമായി ഒരുമിച്ച്, ഗ്രാൻഡ് ഡോട്ടറിൻ്റെ പേരും ആലീസ് എന്നായിരുന്നു. ഒരു മകളുണ്ടായിരുന്നു ആലീസ്. ആലീസുമായി ഒരുമിച്ച് ലോകത്തിൽ അനേകമിടങ്ങളിൽ യാത്ര ചെയ്തു. തൻ്റെ തലമുറകൾ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ചു. ചിലർ കോങ്കോയിലേക്ക് പോവുകയുണ്ടായി. ഇപ്പോൾ ഗ്രാൻഡ് ഡോട്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോഴും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലൻ സ്മിത്ത് വിഗിൾസ്വർത്ത് ഈ സന്ദേശം നിങ്ങളെ ആവേശഭരിതരാക്കട്ടെ. ഈ തലമുറയിൽ കർത്താവ് അതേ നിലവാരത്തിലുള്ള അഭിഷേകം നിങ്ങളുടെ മേലും പകരട്ടെ. അതേ നിലവാരത്തിലുള്ള ഫെയ്ത്ത് നിങ്ങളുടെ മേലും പകരട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അന്ത്യകാല ഉണർവിനെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഒരു തലമുറയിൽ അങ്ങയുടെ ദാസൻ സ്മിത്ത് വിഗിൾസ്വർത്തിനെ ശക്തമായി ഉപയോഗിച്ചതുപോലെ ഈ തലമുറയിൽ അനേകം സ്മിത്ത് വിഗിൾസ്വർത്തുമാരെ എഴുന്നേൽപ്പിക്കണ കർത്താവേ. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന ചിലരുടെ മേൽ ആ അഭിഷേകം വന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ തീ വന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ദാസൻ അപ്പോസ്തലൻ സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുടെ ശുശ്രൂഷയിലൂടെ ആയിരക്കണക്കിന് രോഗികൾ സൗഖ്യമായി. ആ രോഗികളുടെ സൗഖ്യം നിലനിൽക്കുകയുണ്ടായി. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന അനേകർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ TB രോഗം യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ആ മുട്ടിനുള്ള ഓപ്പറേഷൻ ക്യാൻസലായി പോകട്ടെ. അസ്ഥികളുടെ മേൽ അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. മരണകരമാകുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, ആമേൻ. വാതിലുകൾ അടഞ്ഞു പോയവർക്ക് വേണ്ടി വാതിലുകളെ തുറന്നു കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവഴികളെ തുറക്കണേ കർത്താവേ. സാമ്പത്തിക ബാധ്യതയിൽ കടത്തിലായിരിക്കുന്നവരെ അതിൽ നിന്ന് പുറത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Amen. Hallelujah. Glory to Jesus. ഈ സന്ദേശം തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ദയവായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. God bless you. Amen. ഹോളി സ്പിരിറ്റ് റിവൈവൽ അയർലൻഡിൽ ഇൻ ക്രൈസ്റ്റ് ചർച്ച് ഡബ്ലിനിലെ ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ ഹോളി സ്പിരിറ്റ് റിവൈവൽ നടക്കുന്നു. ഓഗസ്റ്റ് മാസം 2, 3, 4 ദിവസങ്ങളിൽ കർത്താവിൽ ശ്രേഷ്ഠരാകുന്ന ദൈവദാസന്മാർ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്. ആ ഉണർവ് ലോകവ്യാപകമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണർവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. മാത്രവുമല്ല, റിവൈവലിനെ നിങ്ങളുടെ ചർച്ചുകളിലേക്ക് നിങ്ങൾക്ക് വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിയും. ഇൻ ക്രൈസ്റ്റ് ചർച്ച് ഡബ്ലിൻ അയർലൻഡ് ഓഗസ്റ്റ് മാസം 2, 3, 4 കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.